പത്രപ്രവർത്തക യൂണിയൻ്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ട റെജിയും ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള സുരേഷ് എടപ്പാളും സ്ഥാനലബ്ധിക്ക് ശേഷം നേരിട്ട് കണ്ടപ്പോൾ ആദ്യം പറഞ്ഞൊരു പ്രശ്നം, പത്രപ്രവർത്തക യൂണിയന് ഒരു KUWJക്ക് സ്വന്തമായിട്ടുള്ളൊരു ആസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഭൂമി ലഭ്യമാകണമെന്ന പ്രശ്നമാണ്. ഞാൻ അവരോട് തന്നെ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട റിക്വസിഷൻ നടപടികൾ കൊണ്ടുപോയാൽ നമുക്ക് വളരെ വേഗത്തിൽ സ്ഥല ലഭ്യതയ്ക്കനുസരിച്ച് ആ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടൊരു തീരുമാനമെടുക്കുന്നതിലുള്ള സന്നദ്ധത കൂടി നിങ്ങളുടെ മുമ്പിൽ സ്നേഹപൂർവ്വം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമ്മുടെ രാജ്യത്ത് പല കാലങ്ങളിലായി നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങൾ ഒരുമിച്ച് ക്രോഡീകരിച്ച് 4 ലേബർ കോഡുകളാക്കി അവതരിപ്പിക്കുന്നത് തൊഴിലാളികളുടെ സുരക്ഷിതത്വത്തിനല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേന്ദ്ര തൊഴിൽ കോഡുകൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് രാജ്യത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തൊഴിൽ മേഖലയിലെ പത്രപ്രവർത്തകർക്കാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. PN പ്രസംഗകുമാറിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞതുപോലെ വേജ് ബോർഡ് ഉൾപ്പെടെ കേരളത്തിലെ പത്രപ്രവർത്തകർ അവരുടെ അവകാശത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള എല്ലാ പ്രക്ഷോഭങ്ങളുടെയും നേതൃത്വ പദവിയിൽ നിന്ന ഒരാളുടെ, ഒരു മഹനീയനായിട്ടുള്ള മനുഷ്യസ്നേഹിയുടെ, പത്രപ്രവർത്തകൻ്റെ അനുസ്മരണത്തിൽ നിൽക്കുമ്പോൾ ഇനിയൊരു വേജ് ബോർഡ് ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മറക്കാനാകില്ല. 1955 വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് ഇനി ഇല്ലാതാവുകയാണ്. പകരം ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരുടെ സേവന വേതന വ്യവസ്ഥകൾ ഒന്നാകെ പുതിയ ലേബർ കോഡിലേക്ക് മാറ്റപ്പെടും. ഇവിടെ പ്രിയപ്പെട്ട റെജി വർത്തമാനത്തിനിടയിൽ സൂചിപ്പിച്ചു, നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റിലെ സാധാരണ തൊഴിലാളി അനുഭവിക്കുന്ന ദുരന്തങ്ങൾ പല ഘട്ടങ്ങളിൽ കണ്ടവരാണ് നമ്മളെല്ലാവരും. അതുപോലെയോ അതിനേക്കാൾ ഭീകരമായോ നൽകി വരുന്ന എല്ലാ അവകാശങ്ങളും ഹനിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് പത്രപ്രവർത്തകർ ഉൾപ്പെടെ മാറും എന്ന തിരിച്ചറിവോടെ പത്രപ്രവർത്തനത്തിൽ സുതാര്യമായ നടപടികൾ എടുക്കുന്നതോടൊപ്പം തന്നെ ഈ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളിൽ തൊഴിലാളികൾക്കൊപ്പം അണിചേരേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്ക് വന്നു ചേർന്നിരിക്കുകയാണ്.